വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായ സംവിധായകനാണ് ഒമർ ലുലു. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒമർ ലുലു പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റുകളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോഴത്തെ സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. യുവനടിയുടെ പരാതിയിലാണ് സംവിധായകനെതിരെ കേസെടുത്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ ബലാത്സംഗം ചെയ്തതായി നടി പരാതിയിൽ ആരോപിക്കുന്നു. നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. കേസിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് ഒമർ ലുലു പറയുന്നത്. നടിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും സംവിധായകൻ വ്യക്തമാക്കി. എന്നാൽ സൗഹൃദം ഉപേക്ഷിച്ചതിലുള്ള വിരോധമാണ് പരാതിക്ക് പിറകിലെന്നും ഒമർ ലുലു ആരോപിച്ചു. പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണിതെന്നും സംവിധായകൻ പറഞ്ഞു. ഒരുപാട് നാളായുള്ള സൗഹൃദം നടിയുമായിട്ടുണ്ട്. പല യാത്രയിലും ഒപ്പം വന്നിരുന്ന ആളായിരുന്നു. സൗഹൃദത്തിലെ വിള്ളൽ കുറച്ചു നാളായിരുന്നു ഉണ്ടായിരുന്നത്. 6 മാസത്തോളമായി നടിയുമായി യാതൊരു ബന്ധവുമില്ല. തൊട്ടു മുൻപ് ചെയ്ത സിനിമയിലും ഈ പെൺകുട്ടി അഭിനയിച്ചിരുന്നു. ഇപ്പോൾ പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി പെൺകുട്ടി വന്നിരിക്കുന്നത്. സിനിമയിൽ അവസരം നൽകാത്തതിലുള്ള ദേഷ്യമാണ് കാരണം. ചിലപ്പോൾ പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗം കൂടിയാവാമെന്നും ഒമർ ലുലു പറഞ്ഞു. ഹാപ്പി വെഡിങ്, ചങ്സ്, ഒരു അഡാർ ലവ് എന്നിവയാണ് ഒമർ ലുലുവിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. നല്ല സമയം എന്ന ചിത്രം വലിയ വിവാദമായിരുന്നു. ചിത്രം ADMA ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതായി കാണിച്ച് കോഴിക്കോട് എക്സൈസ് കേസെടുത്തിരുന്നു. റിലീസ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ ടീസറിൽ കഥാപാത്രങ്ങൾ MDMA ഉപയോഗിക്കുന്ന രംഗമാണ് വിവാദമായത്. ഇതിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും ഒപ്പമുണ്ടെന്ന് ആരോപണമുണ്ട്. സിനിമയുടെ റിലീസിന് ശേഷം അതിലെ ഒരു നായിക മയക്കുമരുന്ന് ഉപയോഗത്തെ അനുകൂലിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതും വൻ വിവാദമായിരുന്നു. ചിത്രത്തിലൂടെ മയക്കുമരുന്നിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ഒമർ ലുലു പറഞ്ഞിരുന്നു. കേസിൽ എക്സൈസിന് മുന്നിൽ ഹാജരാകുമെന്നും വിശദീകരണം കൊടുക്കുമെന്നും ഒമർ ലുലു പറഞ്ഞു. ട്രെയിലർ മാത്രം നോക്കാതെ സിനിമ കൂടി കണ്ടാൽ അഭിപ്രായം മാറും. യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പോളിസികളുണ്ട്. അത് പാലിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം ട്രെയിലർ അപ്ലോഡ് ആയത്. മയക്കുമരുന്നിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. യുവതലമുറയ്ക്ക് ബോധമുണ്ട്. താൻ പറഞ്ഞാൽ MDMA അടിക്കുമോ എന്നും ഒമർ ലുലു ചോദിച്ചിരുന്നു. സിനിമയെ സിനിമയായി കാണാത്തവർക്കാണ് പ്രശ്നം. സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നല്ലേ പറയുന്നത്. പീഡന രംഗമുള്ള സിനിമകൾ പീഡനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ? തീർച്ചയായും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത്തരം രംഗങ്ങളുള്ള മറ്റ് പല സിനിമകളും ഇവിടെ ആരാധകരുടെ പിന്തുണയോടെ പ്രദർശിപ്പിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളല്ല താൻ. പലരും നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയം പറയുന്നു. താൻ പാർട്ടി നോക്കാതെ പറയുന്നു. എല്ലാവരെയും സുഖിപ്പിച്ച് നിൽക്കുന്നവർക്കേ നിലനിൽപ്പുള്ളൂ എന്നും ഒമർ ലുലു പറഞ്ഞിരുന്നു. അതേസമയം ബാഡ് ബോയ്സ് ആണ് ഒമർ ലുലു സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമ. റഹ്മാനും ധ്യാൻ ശ്രീനിവാസനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ബാഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ. തന്റെ മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആക്ഷനും കോമഡിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മുഴുനീള ഫാമിലി മാസ് കോമഡി എന്റർടൈൻമെന്റ് ആണ് ചിത്രമെന്ന് ഒമർ ലുലു പറഞ്ഞിരുന്നു. ഫാമിലിക്ക് യോജിക്കുന്ന രീതിയിലല്ല തന്റെ ചിത്രങ്ങൾ എന്ന പരാതികൾക്ക് ഈ സിനിമയിലൂടെ മറുപടി നൽകും എന്ന സൂചനയും ഒമർ ലുലു പോസ്റ്റിലൂടെ നൽകിയിരുന്നു.